ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ പുഞ്ചിരിമേടിന് തൊട്ടപ്പുറം കാണുന്ന പ്രദേശം അത് വനറാണി എസ്റ്റേറ്റ് ആണ്. നടുവിൽ പുഴയാണ്. ആ വനറാണി എസ്റ്റേറ്റിൽ പലരും ഒറ്റപ്പെട്ടു പോയിരുന്നു. അവരെ പിന്നീട് റെസ്ക്യൂ ചെയ്തു. പക്ഷേ അവിടെ ഒരു ഫാമിൽ ഏതാനും പശുക്കളും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആ പശുക്കൾക്ക് തീറ്റയും വെള്ളവും മറ്റുമൊക്കെ നൽകി കഴിഞ്ഞ ദിവസങ്ങളിലായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. ഇപ്പോൾ ഇദ്ദേഹം കേരളശ്ശേരി സ്കൂളിലെ അധ്യാപകനാണ് നൌഷാദ്. ഇദ്ദേഹവും ഈ ഒരു പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ്. എങ്ങനെയാണ് നടക്കുന്നത്? ഇത് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് നമുക്ക് ഇവിടെ വരാൻ പറ്റിയത്. അന്ന് ആർമിയും സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ബെറ്റ് പിനങ്ങോട് പറഞ്ഞ സംഘടനയൊക്കെ ചേർന്നിട്ട് അവിടെ കയറുകയും അവിടെയുള്ള 19 പേരെ നമ്മൾ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഒരു പശു ഫാം ഹൗസ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു, അത് അവിടെയുള്ള കെട്ടഴിച്ച് വിട്ടിട്ട് നമ്മൾ വരികയാണ് ചെയ്തത്. കാരണം അത്ര ഡേഞ്ചറായ സമയമായിരുന്നു. ഇങ്ങോട്ട് കയറ്റല് ഭയങ്കര റിസ്ക് ആയിരുന്നു. ഭയങ്കര റിസ്ക് എടുത്ത് നമ്മൾ പോയി കയറ്റിയത്. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തി നമ്മൾ ഇവിടെ വന്നു. പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ സന്നദ്ധ സംഘടനകൾ എന്ത് ചെയ്തു, ഈ ബെറ്റ് എന്ന ടീം അവിടെ പോയിട്ട് അവിടെയുള്ള പശുക്കളെ ഒരുമിച്ച് കൂട്ടി. ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്. ഒരുമിച്ച് കൂട്ടിയിട്ട് പശുക്കൾക്ക് ഈ പറഞ്ഞ പോലെ ഭക്ഷണവും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പാല് കറന്നെടുക്കുക. കാരണം അത് അകിടിങ്ങനെ വീർത്തിട്ടുണ്ടാണ്. പാല് കറന്നെടുക്കുക. അതേപോലെ പിന്നെ എന്താ പറയുക, പുല്ല് കൊടുക്കുക, വെള്ളം കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഇപ്പോൾ 2-3 ദിവസമായി ചെയ്തു. ഇന്ന് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 13 പശുക്കളാണുള്ളത്. ഒന്ന് ചത്തു 2 ദിവസം മുമ്പ്. ആ തുറന്നു വിട്ടതിൽ പേടിച്ചിട്ടാണ് തോന്നുന്നത് ഇതിലേക്ക് ചാണകക്കുഴിയിലേക്ക് വീണു. അത് ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് നമ്മളത് കയറ്റിയത്. അതിൽ ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ കാലിന് കംപ്ലൈൻ്റ് ഉണ്ട്. രണ്ടാമത്തത് ചാവുകയാണ് ചെയ്തത്. അതിനുശേഷം അതേപോലെ തന്നെ 13 പശുക്കളും 9 കിടാങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കൊണ്ടാണ് പോയത്. ഡോക്ടേഴ്സ് ഈ കാല് കേടുവന്ന ഈ പശുവിനെ നോക്കി, അതുപോലെ തന്നെ വല്ലതിനും വേറെ എന്തെങ്കിലും പ്രയാസമുണ്ടോ, പശുക്കൾക്ക് പ്രയാസമുണ്ടോ നോക്കി പ്രയാസമുള്ളതിന് കുത്തിവയ്പ്പ് മറ്റുള്ളതൊക്കെ നടത്തിയിട്ടാണ് നമ്മളിപ്പോൾ വരുന്നത്. താങ്കൾ എയ്ഡ് സ്കൂളിലെ അധ്യാപകനാണ്. അതിനൊപ്പം ഇത്തരം ഒരു സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും ഒക്കെ സമയം കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യജീവൻ ഞാൻ മാത്രമല്ല കേട്ടോ, മലയാളി എല്ലാവരും ഒരുമിച്ച് കൂടുമെന്നുള്ള രാഷ്ട്രീയ അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക മത ഇങ്ങനെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഇറങ്ങുന്ന സന്ദർഭമാണ്. എല്ലാ രാഷ്ട്രീയങ്ങളെ ഞങ്ങളിപ്പോൾ കോർക്കുന്ന ഈ പറഞ്ഞ പോലെ ബെറ്റ് പിണങ്ങോടുള്ള ഒരു ടീമായിട്ടാണ് ഞങ്ങളിപ്പോൾ അവിടെ സഹകരിച്ചിട്ടാണ് ഇപ്പോൾ ഈ സംഗതികൾ കൊടുക്കുന്നത്. അവർ 2 ദിവസമായിട്ട് വരുന്നുണ്ട്. ഭയങ്കര ഞങ്ങളവിടെ പോയിട്ട് ഭയങ്കര സന്തോഷം തോന്നി അവരുടെ ആ പ്രവർത്തനം കണ്ടപ്പോൾ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഞാനിപ്പോൾ വെറുതെ കേവലം പഠിപ്പിക്കലല്ലോ. ഇവിടുന്ന് ആ മാഷ് കരയുന്നൊരു വീഡിയോ ഫേമസ് ആയല്ലോ. അതേപോലെ നമ്മൾക്ക് ഇറങ്ങാൻ പറ്റുന്ന സംഗതി നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്തത്. ഇവരെ പോലെയുള്ള ഒരുപാട് മനുഷ്യർ, നല്ല മനുഷ്യർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രയത്നവും പ്രവർത്തനവും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. മനുഷ്യർക്കൊപ്പം മൃഗങ്ങളെയും കരുതലോടുകൂടി തന്നെ കണ്ട് അവരെ കാത്ത് മുന്നോട്ട് പോവുകയാണ് ഒരു കൂട്ടം നല്ല മനുഷ്യർ. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്.